ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ആരതിപ്പൊടി, അവരുടെ രണ്ടുപേരുടെയും കല്യാണം ഈ വരുന്ന ഫെബ്രുവരി 16-നാണ്. പക്ഷേ ചില യൂട്യൂബ് ചാനലുകളൊക്കെ കല്യാണം നടന്നതായിട്ട് പറയുന്നു. ഏതായാലും കല്യാണം നടന്നിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അത് ഫെബ്രുവരി 16-നാണ്. അപ്പോൾ ഇപ്പം ഈ വാർത്ത പ്രചരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒത്തിരി ഫോട്ടോകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പങ്കുവച്ചതിനകത്ത് മാല ഇടുന്നതൊക്കെ ചടങ്ങുകളൊക്കെ കാണി. എനിക്ക് തോന്നുന്നു ഇപ്പം കല്യാണത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറിയിരിക്കുന്നു. ഒറ്റ ദിവസമല്ല കല്യാണം ഇപ്പം നടക്കുന്നത് സാധാരണ. അപ്പം കാശുള്ളവരെ സംബന്ധിച്ച് അവർ കല്യാണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. രംഗോലി, അതുപോലെ മെഹന്തി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ചടങ്ങുകളുണ്ട്. ഇപ്പം നാട്ടും പുറത്തൊക്കെ തന്നെ പലരും ആ രീതിയിലേക്ക് പിന്തുടരുന്നുണ്ട്. അപ്പം ഫെബ്രുവരി 16 നിശ്ചയം നടന്നത് ഫെബ്രുവരി 16-ആണ്. ആ ഡേറ്റ് തന്നെയാണ് ഇവർ കല്യാണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിലാണ് എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും പറഞ്ഞത് ഫെബ്രുവരി 16 എന്ന് പറഞ്ഞ ഡേറ്റ് തന്നെയാണ്. കല്യാണം ഉടനെ തന്നെയുണ്ട്. ഓക്കെ, ഡേറ്റ് അനൗൺസ് ചെയ്തോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ഫെബ്രുവരി 16 ആണ്. ഏകദേശം സംശയങ്ങളൊക്കെ തീർന്നല്ലോ. അതുപോലെ വേറെ ഒരു സംഭവം, നമ്മുടെ യൂട്യൂബ് ചാനലുകൾ പലരും ഈ ചടങ്ങിന് കാത്തൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ കാത്തൊക്കെ ഇന്നും പ്രത്യേകിച്ച് ഡോക്ടർ റോബിനെ സംബന്ധിച്ച്, ഡോക്ടർ റോബിൻ അവിടെയുണ്ടോ അവിടെ എല്ലാം യൂട്യൂബ് ചാനലുകൾ ഒത്തിരി പേര് കാണും. കാരണം നമുക്കൊക്കെ കണ്ടൻറ്റ് കിട്ടുന്നത് ഡോക്ടർ റോബിനിൽ നിന്നായിരുന്നു. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു യൂട്യൂബ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ റോബിനെ പറ്റിയുള്ള വാർത്തകളായിരുന്നു. നമ്മളും ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ റോബിനെ പറ്റിയുള്ള കണ്ടൻറ്റ് ഉള്ളിടത്താണ് യൂട്യൂബ് ചാനലുകളെല്ലാം നിൽക്കുന്നത്. ഇപ്പോഴും ഡോക്ടർ റോബിൻ എവിടെ പോയാലും അവിടെ ചാനലുകളെല്ലാം എങ്ങനെയോ മണത്തറിയുന്നു. ചാനലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിനായാലും എവിടെയായാലും ചാനലുകൾ ഒത്തുകൂടി. ഈ ഫംഗ്ഷന് കഴിഞ്ഞ ദിവസം നടന്ന ഫംഗ്ഷനിടയിലും ചാനലുകൾ ഒത്തുകൂടി. പക്ഷേ അദ്ദേഹത്തിന് വിഷമത്തോടെയാണെങ്കിലും ഇവരെ ഒന്നും അകത്തോട്ട് കയറ്റിയില്ല. അതിന് അദ്ദേഹം ക്ഷമ ചോദിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. സന്തോഷം. പിന്നെ ഇത് എന്താ പറയുക, പ്രൈവറ്റ് ഫംഗ്ഷനാണ് എന്ന് പറയാം. നമ്മൾ ഒരു മീഡിയനെ ഒന്ന് അവർക്ക് കോപ്പറേറ്റ് ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക, അത്ര തന്നെ. ഇന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നു, കഴിഞ്ഞു. കല്യാണത്തിന് തുടക്കമാണെന്ന് തുടക്കം. ഇനിയിപ്പോൾ എത്ര ദിവസം ഉള്ള ഫംഗ്ഷനാണ് കല്യാണം വരെ? ഒന്നും അറിയത്തില്ല, സർപ്രൈസാണ്. എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വരുന്നു, എൻജോയ് ചെയ്യുന്നു, പോകുന്നു. മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്തായാലും ഹാപ്പിയാണ്. കല്യാണം ഗുരുവായൂർ തന്നെ വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഫംഗ്ഷൻ? ഇപ്പോൾ തുടക്കത്തിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ടയർഡായി ശരിക്കും? ഈ സംസാരിക്കാൻ ഇച്ചിരി പൊക്കിയോട്ടോ എനിക്ക് വയ്യ, തീരെ വയ്യ. അത് നമ്മളെ കല്യാണമല്ലേ, അപ്പോൾ പിന്നെ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ എന്ന് പറയുമ്പോൾ ഭയങ്കര വാർത്തയിൽ ഭയങ്കര വൈറലായിരുന്നു. അതെ, അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര ഒരു സെക്കൻഡ് തുറന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഈ വീഡിയോ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഡോക്ടർക്ക് നല്ല ക്ഷീണമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന്. പക്ഷേ ഒരു സെലിബ്രിറ്റി പോലും അങ്ങനെ ചോദിച്ചിട്ട് ഈ തന്നെ കാത്തു നിൽക്കുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നത് ഒരു ശീലമില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം കാത്തു നിന്നതിൽ സന്തോഷമുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവരെ അകത്തേക്ക് കയറ്റിയില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. പൊതുവെ എനിക്ക് തോന്നുന്നു ഡോക്ടറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ യൂട്യൂബ് ചാനലുകളെല്ലാം വേണം, മാധ്യമങ്ങളെല്ലാം കൊണ്ട് ഒരു ആഘോഷമായി അദ്ദേഹത്തിന് കല്യാണം നടത്താനാണ് പലപ്പോഴും അദ്ദേഹം താല്പര്യപ്പെടുന്നത്. അത് നമ്മൾ നിശ്ചയത്തിൻ്റെ നാൾ കണ്ടതുമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവരെ കയറ്റിയില്ല എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മൾ തന്നെ ഇല്ലാതാക്കിയതാണ് എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം ഡോക്ടർ റോബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ പലരും എതിർത്തായിരുന്നു. അത് ഈ മാധ്യമങ്ങളും പലർക്കും ക്ഷണം വന്നായിരുന്നു നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട്.
അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുപോകുന്ന യൂട്യൂബ് ചാനലുകളാണ്, അവരെ എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ആ നിശ്ചയ ഫംഗ്ഷന് എല്ലാവരെയും വിളിച്ചത്. പക്ഷേ അവിടെ പലരും കാട്ടിക്കൂട്ടിയത് തംലൈനായിട്ട് വന്നു, അവർക്ക് നേരെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ വന്നു, അവരുടെ ബന്ധുക്കൾ നിശ്ചയം പോലും കാണാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാക്കി, എല്ലാവരും കൂടെ ആ സ്റ്റേജ് കയ്യേറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ടായി. അതിനുശേഷം പുറത്തു വന്ന ഡ്രസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിലയെപ്പറ്റിയുള്ള, അവരുടെ നിശ്ചയമായിട്ട് സ്വകാര്യമായി നടക്കേണ്ട ഒരു നിശ്ചയ ചടങ്ങ് മൊത്തം യൂട്യൂബ് ചാനലുകൾ ആഘോഷമാക്കി. അത് ദിവസങ്ങളോളം നീണ്ടു നിന്നു എന്നുള്ളതാണ്. അവരെ പരമാവധി നാണം കെടുത്താവുന്നതിൻ്റെ പരമാവധി നാണം കെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാകാം ഒരുപക്ഷെ കർശനമായ യൂട്യൂബ് ചാനലുകളെ ഉള്ളിലേക്ക് കയറ്റണ്ട എന്നിവർ തീരുമാനിച്ചത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറച്ചു പോകും, ആ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം യൂട്യൂബ് ചാനലുകളും നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പം ചിലരെങ്കിലും എല്ലാത്തിനകത്തും കാണുമല്ലേ, അതാണ് അവസ്ഥ. പായസത്തിൽ പാറ്റ വീണ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനേ പറ്റത്തില്ല, ആ അവസ്ഥയിലായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാകാം ഈ കല്യാണ ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലുകൾക്കും അങ്ങനെ പ്രത്യേകിച്ച് ക്ഷണമുള്ളതായിട്ട് നമുക്കറിയില്ല. പിന്നെ സ്വകാര്യമായിട്ട് എല്ലാവരും പോകും എന്നുള്ളത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും നമ്മളൊരു കല്യാണത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തില്ല, ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത വേറൊരു കല്യാണ മുഹൂർത്തം ഇല്ല എന്ന് തോന്നുന്നു. അത് ഡോക്ടർ റോബിനും ആരതിപ്പൊടിയുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഒത്തിരി വീഡിയോ ഒക്കെ കാണാനിടയായി. ആ വീഡിയോയ്ക്കകത്തെല്ലാം അവർ വേറെ പല ഗെയിം ഷോകളും അതുപോലെ രസകരമായ പല സംഭവങ്ങളും ഒക്കെ കാണിച്ചു. നമ്മളത് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അന്നേരം ആരതിപ്പൊടിയുടെ ഒരു ഇത് വന്നായിരുന്നു, പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം ഇതൊരു ഞങ്ങളുടെ സ്വകാര്യമായ ഫംഗ്ഷനാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ആരതിപ്പൊടി ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാനും ആലോചിച്ചപ്പോൾ അതൊരു സ്വകാര്യമായ ചടങ്ങാണ്, വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഫംഗ്ഷനാണ് നടക്കുന്നത്, അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഇന്നലെ പലരും വീഡിയോ ചെയ്യുന്നു, കാണുന്നുണ്ട്. പക്ഷേ അവർ മാന്യമായ രീതിയിൽ പറഞ്ഞു അത് ഒരു സ്വകാര്യമായ ചടങ്ങാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഗെയിം ഷോയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് ട്രോൾ വീഡിയോ ആക്കാം, ഇവരെ ആക്ഷേപിച്ച് സംസാരിക്കാം. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അവരുടെ സ്വകാര്യത, അവരുടെ സന്തോഷം, അതൊക്കെയാണ് അവർ എൻജോയ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ ക്യാമറയ്ക്കകത്താക്കി ട്രോൾ വീഡിയോ ആക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേണ്ട എന്ന് വിചാരിച്ചായിരിക്കും അവർ വാണിംഗ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യാറ്, ഇന്ന് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഡോക്ടർ റോബിൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഫെബ്രുവരി 16 ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇത് കല്യാണത്തിന് മുന്നോടിയായി നടക്കുന്ന പല ദിവസങ്ങളിൽ നടക്കുന്ന പല ചടങ്ങുകളുണ്ട്. ഇപ്പം ഡോക്ടർ തന്നെ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പല ചടങ്ങുകളും ഉണ്ട് എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകളാണ് പുറത്തു വരുന്നത്. അപ്പം ഇവർ രണ്ടുപേരുടെയും വിവാഹത്തിന് ഫോട്ടോകൾക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ, അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ യൂട്യൂബ് ചാനലുകളെല്ലാം നിശ്ചയമായിട്ടും ഈ ഫെബ്രുവരി 16 ഗുരുവായൂർ അമ്പലനടയിൽ എത്തുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം അവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. ഒരു സമയത്ത് ഈ കയറ്റിറക്കങ്ങളുടെ ഒരു എന്താണ് യാത്രയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഒരു സിനിമാ താരത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റിയും ഒക്കെ കിട്ടി. 10-70 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതുപോലെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അത് കണ്ട് അസൂയപ്പെട്ട ചിലർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാക്കി. അത് ഈ ഒരു ഭാഗത്തു നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത, ഇപ്പം നമുക്ക് അസൂയയും കുശുമ്പലും മരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നന്നായി കിടക്കുന്ന അത്ര ഇഷ്ടമല്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ അതിനെതിരെ പല നിരന്തരമായ വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. ഒരു സമയത്ത് അദ്ദേഹത്തെ പുകഴ്ത്തി റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ടും വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെയും റീച്ച് ഉണ്ടാക്കിയവരുണ്ട്.
അരി മേടിച്ച ഒരു ഇത്തിരിയുണ്ട്. അങ്ങനെയൊക്കെ പോയി കാര്യങ്ങൾ. പക്ഷേ ഇപ്പം വളരെ സൗമ്യമായി യാതൊരു സോഷ്യൽ മീഡിയയിലൊന്നും ഇടപെടാതെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അവരുടെ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ആര്യപ്പൊടിയും ഡോക്ടർ റോബിനും പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. അതുമായിട്ട് ഇവർ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. ഡോക്ടർ റോബിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും വന്നു. പക്ഷെ അതൊക്കെ അവസാനം കളവാണെന്ന് തെളിയുന്നു. ഈ ഫെബ്രുവരി 16-ാം തീയതി അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. അവരുടെ ജീവിതം അതിൻ്റെ വഴിക്കങ്ങ് വിടുക. പക്ഷേ എനിക്ക് തോന്നുന്നു നിശ്ചയത്തിൻ്റെ വിവാദങ്ങൾ പോലെ ഇനിയും വിവാദങ്ങൾ ഉണ്ടാക്കുമോ? ആരതിപ്പൊടി എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, അതിൻ്റെ വില എത്രയാണ് എന്നൊക്കെ ചോദിച്ചു. അവർ ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ വരാം. കാരണം നമ്മൾ ഇപ്പം തന്നെ കാണുന്ന വീഡിയോയിൽ അവരിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ വില കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തംബ്ലൈന് ഒരു പക്ഷേ അങ്ങനെ ആകാം. ആരതിപ്പൊടി വിവാഹ ദിവസം ഇട്ട ഡ്രസ്സിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ എന്ന് തംബ്ലൈനുമൊക്കെ ആയിട്ട് പലരും വീഡിയോ ഇടാം. അപ്പം ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവരും ആരതിപ്പൊടിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാത്തിരുന്ന ഒരു വിവാഹ മുഹൂർത്തം 2 ദിവസത്തിന് ശേഷം നടക്കും. അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വീഡിയോ, ഞാൻ പറഞ്ഞില്ലേ അവരുടെ സ്വകാര്യമായ അവർ ആവശ്യപ്പെട്ടു ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകളൊന്നും ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അവിടെ നടക്കുന്ന വീഡിയോയുടെ കണ്ടൻറ്റുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇന്ന് ഫോട്ടോ ഇട്ടേക്കുന്നതെല്ലാം ഡോക്ടർ റോബിൻ ഇന്ന് പങ്കുവച്ച ഒരു വീഡിയോയുടെ ചില ഫോട്ടോകളാണ്. അപ്പം അവരുടെ സ്വകാര്യത പറയാതെ നമ്മൾ കടന്നു കയറി ആക്രമിക്കുന്നത് ശരിയല്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോക്ടർ റോബിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു അഡ്വാൻസായിട്ട്. അപ്പം മുമ്പോടിയായിട്ട് ഞാൻ ഏതായാലും 16-നുള്ളിൽ പുതിയ വാർത്തകൾ കിട്ടുവാണെങ്കിൽ ഡോക്ടർ റോബിനെ പറ്റിയുള്ള വീഡിയോ വീണ്ടും ചെയ്യാം. ഓക്കെ, മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.